ഹലോ വെൽക്കം ഓൾ ഓഫ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ BA സോഷ്യോളജിയിൽ 26th നടക്കുന്ന എക്സാം അല്ലേ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു 10 മാർക്ക് എസ്സേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരാനാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇപ്രാവശ്യത്തെ എക്സാമിന് അത് 10 മാർക്ക് എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് അത് 10 മാർക്കിന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്നുള്ള രീതിക്കാണ് മൊത്തത്തിലുള്ള ആ ഒരു ഔട്ട്പുട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു PDF ആണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ അത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ 2 മാർക്സിന് ഏതൊക്കെ ഭാഗങ്ങളാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം, ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ ത്രൂ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടാവുക. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടാവില്ല. സോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് പോകുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ജസ്റ്റ് പാസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഒരു ഐഡിയയും ബുക്കിനെ പറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ എക്സാമിൻ്റെ തലേന്നാണ് കാണുന്നത്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്സ് സ്കോർ ചെയ്യണം, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അറിയണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതായത് മെർട്ടൻസ് ഡിസ്റ്റിങ്ഷൻ ഓഫ് സോഷ്യൽ ഫങ്ഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഡീവിയൻറ്റ് അഡാപ്റ്റേഷൻ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടിയിട്ട് ഒരു 10 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മെർട്ടൻ്റെ തന്നെ ഡിസ്റ്റിങ്ഷൻ ഓഫ് സോഷ്യൽ ഫങ്ഷൻസിൻ്റെ ഡിസ്റ്റിങ്ഷനെ പറ്റിയിട്ട് എന്ത് ചോദിക്കാം, 5 മാർക്കായിട്ട് ചോദിക്കാം. ആൻഡ് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചോദിക്കാം, ടൈപ്സ് ഓഫ് ഡീവിയൻറ്റ് അഡാപ്റ്റേഷൻ എന്നുള്ളത് 5 മാർക്കായിട്ട് ചോദിക്കാം. ഇനി സ്ട്രെയിൻ തിയറി വരുന്നുണ്ട്, മെർട്ടൻ്റെ തന്നെ സ്ട്രെയിൻ തിയറി വരുന്നുണ്ട്. അപ്പോൾ അതൊരു 2 മാർക്കായിട്ടോ 5 മാർക്കായിട്ടോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഒരു എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, എസ്സേ എഴുതുമ്പോൾ ഒരിക്കലും നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണോ ഡയറക്റ്റ് ആൻസറിലേക്ക് കടക്കരുത്. അത് നമുക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിയുന്ന ആൻസർ ആണെന്നുണ്ടെങ്കിൽ പേപ്പർ നോക്കുന്ന ആൾക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഒരാളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ആളെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ടറി പോയിന്റ് എഴുതിയിട്ട്, അല്ലെങ്കിൽ ഏത് സ്ഥലമാണോ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് കാര്യമാണോ ചോദിച്ചിട്ടുള്ളത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പോയിന്റ് എഴുതിയിട്ടാണ് നിങ്ങൾ ആൻസറിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇപ്പോൾ റോബർട്ട് മെർട്ടൻ്റെ കാര്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഡീവിയൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഒരു 2 വാക്ക് എഴുതിയതിന് ശേഷമാണ് നിങ്ങൾ ആൻസറിലേക്ക് കടക്കാൻ പാടുള്ളൂ. അദ്ദേഹം ആരാണ്, എന്തിലാണ് അദ്ദേഹം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത്, ഇത്രമാത്രം മതി. ഓക്കെ. അദ്ദേഹം എന്തായിരുന്നു, ഒരു ഫങ്ഷണലിസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം എന്തിലാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യണത്, മിഡിൽ റേഞ്ച് തിയറീസ്. അതായത് മിഡിൽ റേഞ്ച് തിയറീസിൽ ശ്രദ്ധ കൊടുത്തിട്ട്, അതായത് കൂടുതലായിട്ടുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള തിയറീസിൽ നിന്നും ഈ ഒരു മിഡിൽ റേഞ്ച് തിയറീസിലേക്ക് ശ്രദ്ധ കൊടുത്ത് ആ ഒരു ഫോക്കസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ഫങ്ഷണലിസ്റ്റ് ആയിരുന്നു, പ്രോമിനൻറ്റ് ഫങ്ഷണലിസ്റ്റ് ആയിരുന്നു റോബർട്ട് കെ മെർട്ടൺ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം എന്താണ്, അതായത് സമൂഹത്തിന് വിവിധ തരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്, വിവിധ തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്, വേരിയസ് ഫങ്ഷൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം മെയിനായിട്ടും ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിങ്ങനെ സെൻറ്റൻസസ് സ്വന്തമായിട്ട് എഴുതാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ, കുറേ ഗ്യാപ്പ് എടുത്ത് പഠിക്കുന്നവരുണ്ടാവും. അപ്പം സ്വന്തമായിട്ട് എഴുതാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ, ബ്ലാക്ക് കളറിൽ ബോൾഡ് ലെറ്റേഴ്സിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് മാത്രമായിട്ട് നിങ്ങളുടെ ഒരു ഷോർട്ട് നോട്ടിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. ആൻഡ് ആ പോയിന്റ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ. ഇനി സമൂഹത്തിന് വിവിധ തരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്, വാരിയസ് ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഇനി അതെന്തൊക്കെയാണ്, അതായത് ഡിസ്റ്റിങ്ഷൻ ഓഫ് സോഷ്യൽ ഫങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇങ്ങനെയുള്ള സാമൂഹിക ധർമ്മങ്ങളുടെ എങ്ങനെയൊക്കെയാണ് വേർതിരിച്ചിട്ടുള്ളത്, ഏത് രീതിക്കാണ് വേർതിരിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ മെർട്ടൺ ഈ ഒരു 2 രീതിക്കാണ്, 2 പ്രൈമറി ടൈപ്സ് ആയിട്ടാണ് ഈ ഒരു ഫങ്ഷനെ, സൊസൈറ്റീൻ്റെ ഫങ്ഷൻസിനെ വേർതിരിച്ചിട്ടുള്ളത് എന്നുള്ള രീതിക്കാണ് പറയണത്. അത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്
എന്നുള്ളതാണ് എന്ന് കൂടി ആലോചിക്കണം. ബേസ്ഡ് ഓൺ ദിയർ റെക്കഗ്നിഷൻ ആൻഡ് ഇൻറ്റൻറ്റ്, അതായത് അംഗീകാരത്തെയും അതേപോലെ തന്നെ ലക്ഷ്യത്തെയും അടിസ്ഥാനമാക്കിയിട്ട് മെർട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്, 2 തരം ധർമ്മങ്ങളെയാണ് വേർതിരിച്ചിട്ടുള്ളത്. ആ 2 തരം ധർമ്മങ്ങൾ എന്താണ്, അഥവാ 2 കൈൻഡ്സ് ഓഫ് ഫങ്ഷൻസ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് സെപ്പറേറ്റ് ആയിട്ട് വാട്ട് യു മീൻ ബൈ മാനിഫെസ്റ്റ് ഫങ്ഷൻ എന്ന് 2 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലേറ്റൻറ്റ് ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ലേറ്റൻറ്റ് ഫങ്ഷൻസ്, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഓരോ ഫങ്ഷൻ പഠിക്കുമ്പോഴും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ അങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാനിഫെസ്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, വ്യക്തമായിട്ടുള്ള ധർമ്മങ്ങൾ എന്താണ്, അതായത് ഉദ്ദേശിച്ചിട്ടുള്ള കറക്റ്റ് അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിക്കാണ് മാനിഫെസ്റ്റ് ഫങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ, ആ സ്കൂളിൻ്റെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഫങ്ഷനെയാണ് മാനിഫെസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാനിഫെസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ ധർമ്മമായിട്ട് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണത് അല്ലേ, വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യണത് ആൻഡ് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുക, അവരെ എന്ത് ചെയ്യുക, പരിശീലിപ്പിക്കുന്നതും എന്താണ്, ഒരു സ്കൂളിൻ്റെ ഒരു വിദ്യാലയത്തിൻ്റെ പ്രൈമറി ഫങ്ഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാനിഫെസ്റ്റ് ഫങ്ഷനാണ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. അപ്പോൾ എക്സാമ്പിളും നിങ്ങൾ അതിൻ്റെ താഴെ തന്നെ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ലേറ്റൻറ്റ് ഫങ്ഷൻസ് എന്താണ്? ലേറ്റൻറ്റ് ഫങ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺഇൻറ്റൻറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ മാനിഫെസ്റ്റ് ഫങ്ഷനിൽ പറഞ്ഞത് എന്താണ്, ഇൻറ്റൻറ്റഡ്, അതായത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള രീതിക്കാണ്. ലേറ്റൻറ്റ് ഫങ്ഷൻസ് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഒരു 5 മാർക്സിനോ 2 മാർക്സിനോ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റൻറ്റ് ഫങ്ഷൻസ് ആൻഡ് മാനിഫെസ്റ്റ് ഫങ്ഷൻസ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുക എന്നുള്ള രീതിക്കാണ് വരുന്നത്. അപ്പോൾ മാനിഫെസ്റ്റ് ഫങ്ഷൻസിൽ ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണ്, അതായത് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ലേറ്റൻറ്റ് ഫങ്ഷൻസിൽ എന്താണ്, ഉദ്ദേശിക്കാത്തതായിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ലേറ്റൻറ്റ് ഫങ്ഷൻസിൽ വരുന്നത്. ഇനി അവിടെ വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, അതായത് ടിപ്പിക്കലി അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി വലിയ അറിവില്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ അജ്ഞരായിരിക്കും എന്നുള്ള രീതിക്കാണ് പറയണത്. ഓക്കെ, അപ്പോൾ ലേറ്റൻറ്റ് ഫങ്ഷൻസിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള പോയിന്റ് ഇതൊക്കെയാണ്. ഇനി മാനിഫെസ്റ്റ് ഫങ്ഷനിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതേപോലെ തന്നെ ലേറ്റൻറ്റ് ഫങ്ഷനിലും എന്ത് പറയണം, ഒരു എക്സാമ്പിൾ പറയണം. അപ്പോൾ എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പം ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് എക്സാം എഴുതുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പല എക്സാമ്പിൾസും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണെന്ന് നിങ്ങൾക്കൊരു 50% ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ എക്സാമ്പിൾ അവിടെ എഴുതി വെക്കാം. തെറ്റ് എഴുതി എന്ന് പറഞ്ഞ് മാർക്കും, അതായത് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും നിങ്ങൾക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് കാര്യം നിങ്ങളുടെ മനസ്സിൽ വന്നാലും അത് എഴുതി വെക്കാവുന്നതാണ്. ഇനി കോമൺ ആയിട്ട് ഈ ഒരു ഫങ്ഷൻസ് എന്താണ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ധർമ്മങ്ങൾ എന്താണ് എന്ന് നിങ്ങളോട് കോമൺ ആയിട്ട് ഒരു ഡെഫിനിഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള പോയിന്റാണ്. ഒരു 2 മാർക്സിന് വാട്ട് ഈസ് ദി ജനറൽ ഡെഫിനിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഒബ്സർവ്ഡ് കോൺസിക്വൻസസ്, പൊരുത്തപ്പെടൽ എന്ന് പറയും. നമ്മൾ ആ ഒരു സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയിൽ നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ക്രമീകരണത്തിന് സഹായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങളെയാണ് ഈ ഒരു മെർട്ടൺ ധർമ്മങ്ങൾ എന്ന് നിർവചിച്ചത് എന്നുള്ള രീതിക്കാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ അഡാപ്റ്റേഷനിലൂടെ ഈ ഒരു ഒബ്സർവ്ഡ് കോൺസിക്വൻസസിനെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ ഫങ്ഷൻസ് എന്നുകൊണ്ട് അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരുദ്ദേശിച്ചിട്ടുള്ളത്, മെർട്ടൺ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളോട് ചിലപ്പോൾ സ്പെഷ്യലായിട്ട് മെർട്ടൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് എടുത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ജനറലായിട്ട് ഈ സമൂഹത്തിൻ്റെ ഫങ്ഷൻസ് എന്താണ്, സൊസൈറ്റീൻ്റെ ഫങ്ഷൻസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ആൻസറാണ്. അത് 2 മാർക്സിന് ചോദിച്ചാൽ. ഓക്കെ, ഇനി സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി, ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ, അതായത് ഡീവിയൻറ്റ് അഡാപ്റ്റേഷനെ റിലേറ്റ് ചെയ്തുകൊണ്ട് സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി എന്താണ് എന്നും ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മെർട്ടൻ്റെ സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി എന്താണെന്നുള്ളത് ചോദിക്കാം.
ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ 2 മാർക്സിന് സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ തിയറി എന്താണെന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് മനസ്സിലായാലോ. ഇങ്ങനെ ഈ ഒരു സ്ട്രെയിൻ തിയറിയിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നില്ല. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ വിവിധ ക്ലാസ്സുകളുണ്ട്. ഹയർ ക്ലാസ്സസ് ഉണ്ടാവും, ലോവർ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഇതിലുള്ള എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ വളർന്നു വരുന്ന എല്ലാ തലമുറയ്ക്കും ഒരേപോലെയുള്ള ചാൻസസ് അല്ലെങ്കിൽ ഒരേപോലെയുള്ള അവസരങ്ങൾ കിട്ടണം എന്നില്ല. അവരുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഒരേപോലെ കിട്ടണം എന്നില്ല. ഓക്കെ, അങ്ങനെ ഒരേപോലെ കിട്ടാത്ത സമയത്ത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കുറേയധികം സ്ട്രെയിൻ എടുക്കേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ പറയില്ല സ്ട്രെസ്സ് വരണു അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ആ സ്ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്രയും അധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്രയും അധികം സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈക്വലി ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത സമയത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെതായിട്ടുള്ള രീതിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമ്മർദ്ദം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി എന്ന് മൊത്തത്തിൽ നമ്മൾ ഒരു ഔട്ട്ലൈൻ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇനി മെർട്ടൺ പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറിയിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ള പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീവിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വ്യതിചലനം അല്ലേ? സമൂഹത്തിൽ ഇന്നതാണ് നടക്കുക അല്ലെങ്കിൽ ഇങ്ങനെയാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നുമുള്ള ഒരു തെന്നിമാറലാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡീവിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡീവിയൻസ് നടക്കുന്നത് ഈ ഒരു കൾച്ചറലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സാംസ്കാരികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്തുണ്ടാവുക? സമ്പത്ത് ഉണ്ടാക്കുക അല്ലെങ്കിൽ വെൽത്ത് ഉണ്ടാവുക എന്നുള്ളത്. അതും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ്, അത് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ, ഈ സമ്പത്ത് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ, അതായത് ഹാർഡ് വർക്ക് പോലെയുള്ള മാർഗങ്ങളും തമ്മിലുള്ള ഒരു വിടവ് ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവണത്? വ്യതിചലനം സംഭവിക്കുന്നത് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് വെൽത്തും ഹാർഡ് വർക്കും ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ആൻഡ് വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? സമ്പത്ത് എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ട് അംഗീകരിക്കപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്, കൾച്ചറലി അപ്രൂവ്ഡ് ഗോൾസ് ആണ് എന്നുള്ളതും, അതേപോലെ തന്നെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം എന്നുള്ളത് അതിലേക്ക് എത്താനുള്ള വഴിയാണ് എന്നുള്ളതും നിങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ നിങ്ങൾ എന്ത് മാത്രം എഴുതിയാൽ മതി? നിങ്ങളുടെ എക്സാമിനല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ എന്ത് മാത്രം എഴുതിയാൽ മതി? വെൽത്ത് ഇട്ടിട്ട് ഒരു ഹൈഫൺ ഇടുക, ഹാർഡ് വർക്ക് എഴുതുക. ഇത് രണ്ടിൻ്റെയും ഇടയിൽ എന്തെങ്കിലും ഒരു സൈൻ ഇട്ട് വെക്കുക, ഗ്യാപ്പ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൈൻ ഇട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർക്കാൻ വേണ്ടി പറ്റും. കുറേ അധികം നിങ്ങൾ വാരി വലിച്ച് എഴുതുന്നതിനേക്കാളും നല്ലതാണ്. എക്സാമിനല്ല കേട്ടോ, നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ആക്സസ് നടക്കുന്നില്ല അല്ലെങ്കിൽ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് തുല്യമായിട്ടുള്ള ഒരു പ്രവേശനം നൽകാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള അവസരം നൽകാതിരിക്കുന്ന സമയത്ത് ഓരോ ആളുകളും നിർബന്ധിതരാവാണ് അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സക്സസ് ആവണം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള രീതിക്ക് നിർബന്ധിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു സോഷ്യൽ സ്ട്രെയിനിലേക്ക്, സാമൂഹികമായിട്ടുള്ളൊരു സമ്മർദ്ദം സൃഷ്ടിച്ചേക്കാം എന്നുള്ള രീതിക്കാണ് പറയണത്. അങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുന്ന സമയത്ത് ആളുകൾ ഡീവിയൻറ്റ് ബിഹേവിയർ കാണിക്കാനായിട്ട് പല രീതിക്കുള്ള വ്യതിചലന, അതായത് സമൂഹത്തിൽ നിന്നും വ്യതിചലിക്കാനായിട്ട് തുടങ്ങുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള രീതിക്കാണ് പറയണത്. ഓക്കെ, അങ്ങനെ ഈ 4 രീതിക്കാണ് ഡീവിയൻറ്റ് അഡാപ്റ്റേഷനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ആദ്യത്തെ, അതായത് 1, 2, 3, 4 നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ ഇപ്പോൾ തന്നെ പോയിന്റ് ഇട്ട് വയ്ക്കുക. 1, 2, 3, 4 എന്ന് പോയിന്റ് ഇട്ട് വയ്ക്കുക. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും, ഞാൻ പറയുന്നത് മാത്രം, ഈ PDF-ലുള്ളതെല്ലാം നിങ്ങൾ വരിച്ചു വാരി എഴുതണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് പറയുകയാണ്. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ബേസ്ഡ് ഓൺ വാട്ട്?
എന്നുള്ള രീതിക്കാണ് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സാമൂഹിക ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ അവയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ല റിജക്റ്റ് ചെയ്യാണോ എന്നുള്ള രീതിക്ക്, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണോ പോണത്, സാമൂഹികമായിട്ടുള്ള ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ മാർഗങ്ങളും ആക്സെപ്റ്റ് ചെയ്തിട്ടാണോ പോണത്, അതല്ല റിജക്റ്റ് ചെയ്തിട്ടാണോ പോണത് എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഡീവിയൻ്റ് അഡാപ്റ്റേഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇന്നോവേഷൻ ആണ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവീനത, അതായത് ഇപ്പം കൾച്ചറൽ ഗോൾസ് സ്വീകരിക്കുന്ന ആളായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ എഴുതേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ ഗോൾസ് എന്ന് എഴുതാം. ഈ 1, 2, 3, 4 ഇടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 4 ടൈപ്സ് ഓഫ് ഡീവിയൻസ്. അതിൽ 4 നിങ്ങൾ എഴുതി വയ്ക്കുക കൾച്ചറൽ ഗോൾസ് എന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, 4 ഒരേപോലെ നിങ്ങൾ കൾച്ചറൽ ഗോൾസ് എന്ന് എഴുതി വയ്ക്കാം. ഇനി അതിൻ്റെ നേരെ കുറച്ച് സ്ഥലം വിട്ടിട്ട് ഒരു ടിക്ക് ഇടാനോ അല്ലെങ്കിൽ ഇൻറ്റു ഇടാനോ ഉള്ള സ്ഥലം വിട്ടിട്ട് അതിൻ്റെ നേരെ തന്നെ 4 നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം എന്തെഴുതി വെച്ചു? കൾച്ചറൽ ഗോൾസ് എന്ന് 4 എഴുതി വെച്ചു. ഒരു ഇൻറ്റു ഇടാനോ അല്ലെങ്കിൽ ഒരു ടിക്ക് ഇടാനോ സ്ഥലം വിട്ടിട്ട് അതിൻ്റെ നേരെ തന്നെ 4 നിങ്ങൾ എഴുതി വെക്കുക വ്യവസ്ഥാപിത മാർഗങ്ങൾ എന്നുള്ളത് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് എഴുതി വെച്ചല്ലോ. നമ്മുടെ ഇന്നോവേഷനിലും ഇനി വരുന്ന 4 അത് എഴുതണം. അപ്പോൾ ഇന്നോവേഷൻ, നവീനതയിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഇങ്ങനെ ടിക്ക് ഇടാനോ ഇൻറ്റു ഇടാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങളൊന്നും കത്താതിരിക്കുകയായിരിക്കും. ഇനി ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നോവേഷനിൽ, നവീനതയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ ഗോൾസ്, അതായത് സാംസ്കാരികമായിട്ടുള്ള ലക്ഷ്യങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. ആ ഒരു ഇൻഡിവിജ്വൽ, ആ ഒരാൾ സാംസ്കാരികമായിട്ടുള്ള ലക്ഷ്യങ്ങളെ സ്വീകരിക്കുന്നുണ്ട്, കൾച്ചറൽ ഗോൾസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ്, അതായത് വ്യവസ്ഥാപിത മാർഗങ്ങൾ ഉണ്ടാവും. രണ്ടാമത് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുള്ള 4 എഴുതി വെക്കാൻ പറഞ്ഞിട്ടുള്ള പോയിന്റാണ് വ്യവസ്ഥാപിത മാർഗങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് എന്ന് പറയുന്നത്. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവഗണിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിരസിക്കുകയോ ചെയ്യുന്നുണ്ട്, അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ഫസ്റ്റ് ഈ നവീനതയിൽ, അതായത് ഇന്നോവേഷനിൽ അതിൻ്റെ നേരെ നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ ഒരു കൾച്ചറൽ ഗോൾസ് എന്നുള്ളതിൽ നിങ്ങൾ എന്തിടണം? നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ കൾച്ചറൽ ഗോൾസ് ഉള്ളതിൽ എന്തിടണം? ടിക്ക് ഇടണം. കാരണം എന്താണ്? കൾച്ചറൽ ഗോൾസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് ആണെന്നുണ്ടെങ്കിലോ അതല്ല നമ്മുടെ വ്യവസ്ഥാപിത മാർഗങ്ങളിലാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ എന്തിടണം? അതിൻ്റെ നേരെ എന്തിടണം? ഇൻറ്റു ഇടണം. കാരണം എന്താണ്? അത് സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടല്ല പോകുന്നത്, അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്, അവഗണിക്കുന്നുണ്ട്, നിരസിക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് അല്ലേ. ഇനി ഇതിൽ ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇല്ലീഗലായിട്ടുള്ള രീതിയിലേക്ക് മാറാം, അല്ലാന്നുണ്ടെങ്കിൽ നോൺ ട്രഡീഷണൽ മെത്തേഡ്സ്, അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഒരു മെത്തേഡിൽ നിന്നും ഇന്നോവേറ്റീവ് ഐഡിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ, പുതിയതായിട്ട് കൊണ്ടുവരുന്നത് അല്ലേ. ആ പുതിയ രീതിയിലേക്ക് പുതിയതായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു, ട്രഡീഷണൽ ആയിട്ടുള്ളതിൽ നിന്നും മാറി നോൺ ട്രഡീഷണൽ ആണ് എന്നുള്ളത് ആലോചിച്ച് വെക്കണം. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കോളർ ക്രൈംസ്. ക്രിമിനോളജിയിൽ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, ക്ലാസ് കേട്ടവർക്കാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കോളർ ക്രൈംസ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ബ്രൈബറി, അതേപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് ഉന്നതരായിട്ടുള്ള ആളുകളുണ്ടാവും, സൊസൈറ്റിയിൽ അത്രയും ഹൈ സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവരെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഏത് ക്രൈംസിലാണ് ഇൻക്ലൂഡ് ചെയ്യണത്? വൈറ്റ് കോളർ ക്രൈംസിലാണ് ഇൻക്ലൂഡ് ചെയ്യണത് എന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കാം. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്സ് ഓഫ് ഡീവിയൻസ് എന്ന് പറയുന്നത് റിച്വലിസത്തിൻ്റെ കേസിലാണ്. അതായത് ആചാരപരത. റിച്വലിസത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇതിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലും 4 ഞാൻ എഴുതി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഹെഡിങ് എന്ത് കൊടുക്കുക? റിച്വലിസം കൊടുക്കുക. അതിൻ്റെ നേരെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? കൾച്ചറൽ ഗോൾസ് എന്ന് എഴുതിയിട്ടുണ്ടാവണം, അഥവാ സാംസ്കാരികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഇനി അതിൻ്റെ ഒരു ടിക്ക് ഇടാനോ ഇൻറ്റു ഇടാനോ സ്പേസ് മാറ്റി വെച്ചിട്ട് അടുത്തത് നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ടാവണം? ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഇനി ഇങ്ങനെ പറയുന്ന സമയത്ത്
ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നോക്കിക്കിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. റിച്വലിസത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൾച്ചറൽ ഗോൾസ് എന്ത് ചെയ്യാണ് ഇവിടെ, റിജക്റ്റ് ചെയ്യാണ് അല്ലേ. മറ്റേതിൽ ആദ്യത്തേൽ ഇന്നോവേറ്റീവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൾച്ചറൽ ഗോൾസ് സാംസ്കാരികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ റിച്വലിസത്തിൽ നോക്കിയേ, ഈ കൾച്ചറൽ ഗോൾസ് സാംസ്കാരികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ഇടണം, ഇൻറ്റു ഇടണം അല്ലേ. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നുണ്ട്. സ്ട്രിക്ട്ലി ഫോളോ ഇൻസ്റ്റിറ്റ്യൂഷണൽ നോംസ് ആൻഡ് മീൻസ്. നോംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു മാനദണ്ഡങ്ങൾ എന്ന് പറയില്ലേ നമ്മൾ, അതിനെയാണ് നോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാക്ക് അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും മീൻസ് തന്നെ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് വരും, ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസിൻ്റെ ബോക്സിൻ്റെ നേരെ എന്ത് വരും, ടിക്ക് വരും അല്ലേ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇനി അപ്പം ഇതിൽ ഇൻഡിവിജ്വൽസ് എന്താണ്, സൊസൈറ്റീൻ്റെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വളരുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ വലിയ വലിയ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് അവർക്കൊരു ഹോപ്പൊന്നുമില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ ഏത് പോയിന്റിൽ എഴുതേണ്ടത്, റിച്വലിസത്തിൽ എഴുതേണ്ടത്. എക്സാമ്പിളും അവിടെ എന്ത് ചെയ്താൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് റിട്രീറ്റിസമാണ്. അതായത് ഉൾവലിയൽ എന്ന് പറയില്ലേ, എല്ലാത്തിൽ നിന്നും ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, രണ്ട് കാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, രണ്ടും ബോത്ത് കൾച്ചറൽ ഗോൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അബാൻഡൻ ചെയ്യുന്നുണ്ട്. രണ്ട് ലക്ഷ്യങ്ങളും, അതായത് വ്യക്തി സാംസ്കാരികമായിട്ടുള്ള ലക്ഷ്യങ്ങളെയും അതേപോലെ തന്നെ വ്യവസ്ഥാപിത മാർഗങ്ങളെയും ഒരേപോലെ ഉപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ റിട്രീറ്റിസമാണ്. അപ്പോൾ കൾച്ചറൽ ഗോൾസിൻ്റെ ബോക്സിലും റിട്രീറ്റിസത്തിൻ്റെ, അതായത് മൂന്നാമത്തെ ഹെഡിങ്ങിൽ കൾച്ചറൽ ഗോൾസിൻ്റെ ഇൻഡു വരും, പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസിലും, അതായത് വ്യവസ്ഥാപിത മാർഗങ്ങളിലും എന്ത് വരും, ഇൻഡു വരും അല്ലേ. അപ്പോൾ രണ്ട് ഇൻഡു വന്നല്ലോ, രണ്ട് ഇൻഡു വരുന്നത് ഏതിലാണ്, റിട്രീറ്റിസത്തിലാണ്. രണ്ടും സ്വീകരിക്കാത്തത് ഏതാണ്, റിട്രീറ്റിസമാണ് എന്നുള്ളത്. ഒരു കംപ്ലീറ്റ് എസ്കേപ്പാണ്. ഓക്കെ, ഈ സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളൊന്നും സഹിക്കാൻ വയ്യാതെ ഒളിച്ചോടി പോകുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വീടില്ലാത്തൊരു വ്യക്തിയാണ്, ആ വ്യക്തി സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് എന്താണ്, ഒരാളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീട് വേണം, ഒരു കുടുംബം നോക്കണം, ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം, പേരക്കുട്ടികൾ വേണം, അങ്ങനെ പോകും സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷെ അതിൽ നിന്നും വേറിട്ട് നിന്ന് വീടും ഇതൊന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, റിട്രീറ്റിസമാണ്. രണ്ടിൽ നിന്നും ഉള്ള ഒരു കംപ്ലീറ്റ് എസ്കേപ്പാണ് എന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, ഇനി നാലാമത്തേതെന്ന് പറയുന്നത് റിബല്യൻ ആണ്. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ട് കോളത്തിലും, അതായത് നമ്മുടെ മൂന്നാമത്തെ ഹെഡിങ് പോലെ തന്നെ, അതായത് റിട്രീറ്റിസം പോലെ തന്നെ കൾച്ചറൽ ഗോൾസിലും പിന്നെ അതേപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസിലും സാംസ്കാരികമായിട്ടുള്ള ലക്ഷ്യങ്ങളിലും അതേപോലെ തന്നെ വ്യവസ്ഥാപിത മാർഗങ്ങളിലും, ഇത് രണ്ടിലും ഇൻഡു വരും. മൂന്നാമത്തെ ഹെഡിങ് പോലെ തന്നെ നാലാമത്തേതായിട്ടുള്ള റിബല്യനിലും രണ്ടിലും ഇൻഡു ആണ് നിങ്ങൾ ഇടേണ്ടത് എന്നുണ്ടെങ്കിൽ പോലും അവിടെ സൈഡിൽ നിങ്ങൾ നാലാമത്തേൽ എഴുതി വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഒന്നിന് പകരം അല്ലേ, വേറെ ഒന്ന് എന്നുള്ള രീതിക്ക്. മൂന്നാമത്തേൽ പകരം ഒന്നുമില്ല, രണ്ടെന്ന് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ നാലാമത്തേൽ എന്താണ്, റിബല്യനിൽ എന്താണ്, ഒരു കലാപം സൃഷ്ടിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും പകരമായിട്ട് പുതിയതായിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാണ്, അല്ലെങ്കിൽ പുതിയ വഴികൾ, പുതിയ മാർഗങ്ങൾ, പുതിയ ലക്ഷ്യങ്ങൾ, പകരം എന്നുള്ള വാക്കാണ് അവിടെ നിങ്ങൾ എഴുതി വെക്കേണ്ടതായിട്ടുള്ള കീവേഡ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാക്കാണ് റിബല്യൻ്റെ കേസിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടതായിട്ടുള്ള കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിന് പകരമായിട്ട് വരുന്നുണ്ട്, പക്ഷേ സോഷ്യൽ ഗോൾസും സൊസൈറ്റിയൽ ഗോൾസും അതേപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസും രണ്ടും റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ എന്തെഴുതാം നിങ്ങൾക്ക്, റേഡിക്കൽ റിലീജിയസ് ഗ്രൂപ്പ്സ്, അതായത് തീവ്രമായിട്ടുള്ള മതവിഭാഗങ്ങൾ ഉണ്ടാവും, അവരെ നിങ്ങൾക്ക് എന്തെഴുതാം, എക്സാമ്പിളായിട്ട് എഴുതി വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ടറി പോയിന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിക്ക്, ഇപ്പോൾ എസ്സേ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എന്തെഴുതാം, ഇങ്ങനെ മെർട്ടൺ എന്തൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട്, ഒരു സൊസൈറ്റീൻ്റെ മൊത്തത്തിലുള്ള
ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് വ്യതിചലനത്തെ കാണുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഡീവിയൻസിനെ കാണുന്നത്. ഒരാളിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, അല്ലെങ്കിൽ ഒരാളുടെ എഫക്റ്റ് മാത്രമല്ല, സമൂഹത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ള രീതിക്കാണ്, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഈ ഒരു വ്യതിചലനത്തെ കാണുന്നത് എന്നുള്ള രീതിക്കാണ്. ഇൻഡിവിജ്വൽ ഫ്ലോസ്, ഇൻഡിവിജ്വൽ കുറ്റകൃത്യം അല്ലാതെ, ഒരാൾ മാത്രം ചെയ്യുന്ന കുറ്റകൃത്യം അല്ലാന്നുണ്ടെങ്കിൽ തെന്നിമാറലല്ലാതെ, സമൂഹത്തിൽ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മേലെ ഏൽപ്പിച്ചിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ആ ഒരു സമ്മർദ്ദം മൂലം ഡീവിയൻറ്റ് ഉണ്ടാവുന്നു എന്നുള്ള രീതിക്കാണ് കേമേർട്ടൺ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡീവിയൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് ആലോചിച്ച് വെച്ചേക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചേക്കുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചേക്കുക. എക്സാമിൻ്റെ തലേന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന PDF-ഉം ക്ലാസ്സും ആണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തേക്കൂട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക, അവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്